നമസ്കാരം. കേരളത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മമ്മൂക്കയുടെ ഒരു ശക്തമായ സാമ്രാജ്യമാണ് GCC മാർക്കറ്റ്. GCCയിലും പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് മമ്മൂക്കയുടെ ടെർബോ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടെർബോയിൽ നിന്നും വരാൻ പോകുന്നത് കോടികളാണ്. ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം GCCയിൽ ആദ്യ ദിവസം ടെർബോ കാണാൻ എത്തിയവരുടെ എണ്ണമെന്ന് പറയുന്നത് 35,000-ന് മുകളിലാണ്. ഏകദേശം 712 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് വെച്ച് ചിത്രം എന്തായാലും GCCയിൽ നിന്നും ആദ്യ ദിവസം 3 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓർക്കുക, GCC കൺട്രീസിൽ നിന്നും മാത്രമായിട്ടാണ് ആദ്യ ദിവസം 3 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു കൃത്യമായ കണക്ക് ഇന്ന് ഉച്ചയോടെ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്നലെ ട്രാക്ക് ചെയ്ത കളക്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് കളക്ഷനാണ്. ഇന്ന് വരെ ഒരു മലയാള ചിത്രത്തിനും ആദ്യ ദിവസം ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത കളക്ഷനാണ് ഇന്നലെ ട്രാക്കിംഗ് വെബ്സൈറ്റുകളിലൂടെ പുറത്തു വന്നത്. അതായത് ഇന്നലെ മാത്രം 1655 ഷോകളാണ് കേരളത്തിൽ ട്രാക്ക് ചെയ്തത്. ചിത്രം കാണാനെത്തിയത് 3,47,000 കടന്നിരുന്നു. ഒക്യുപ്പൻസി എന്ന് പറയുന്നത് ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 74%. 140-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും ചിത്രം ഇന്നലെ കളിച്ചിരുന്നു. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 224 എക്സ്ട്രാ ഷോകളും ചിത്രം ഇന്നലെ കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 5,26,00,000 രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ട്രാക്കിംഗ് കേരള കളക്ഷനായിട്ട് പുറത്തു വന്നത്. എന്തുകൊണ്ടും ആദ്യ ദിവസം 8 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനിലേക്ക് ചിത്രം പോകുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് ഉച്ചയോടെ തന്നെ പുറത്തു വരുന്നതായിരിക്കും. കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് വരുന്നത് വരെ. എന്തായാലും കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും GCCയിലും ഓവർസീസ് മാർക്കറ്റിലും മികച്ച തുടക്കം തന്നെയാണ് ടെർബോ എന്ന സിനിമ തുടക്കം കുറിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിൽ ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.